അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കണ്ടിട്ടാ അടിപൊളി, ഒരു രക്ഷയില്ല. എപ്പോഴത്തെ പോലെ തന്നെ ദൃശ്യം ക്ലൈമാക്സ് കാണുമ്പോഴേക്ക് നമ്മളെ ഞെട്ടിച്ചെളിയുന്നുണ്ട്. പുരുഷട്ടാ ആളെ മനസ്സിലായില്ലേ? നമ്മളെ ഞെട്ടിച്ചെളിയുന്നുണ്ടല്ലേ യാസി? ഇങ്ങനെയുണ്ട്. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. എപ്പോഴത്തെ പോലെ തന്നെ ദൃശ്യം ക്ലൈമാക്സ് കാണുമ്പോഴേക്ക് നമ്മളെ ഞെട്ടിച്ചെളിയുന്നുണ്ടല്ലേ യാസി? ഇങ്ങനെയുണ്ട്. അവന് കിട്ടിയതൊന്നും പോരെ. ക്ലൈമാക്സ് കണ്ട് ഞെട്ടിയോ? അപ്പൊ വീഡിയോ സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്ലൈമാക്സ് കണ്ട ഷിംജിത ഞെട്ടും. നീ ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ, മാച്ചോളാ. ഈ ദൃശ്യം കണ്ടിട്ട് പറയുന്ന റിവ്യൂ നമുക്കൊന്ന് കേൾക്കാം. എലിജിബിളാ, പുള്ളിക്കാരിയാണ് ദൃശ്യത്തിന്റെ റിവ്യൂ പറയാൻ പക്ക എലിജിബിൾ ആയിട്ടുള്ള ആള്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇതാണ് ഷിംജിതയുടെ ഫേസ്ബുക്കിന്റെ ഒരു പേജ് എന്ന് പറയുന്നത്. 18,000 ക്രാപ്പന്മാരാണ് ഇവരെ പോയി ഫോളോ ചെയ്തിരിക്കുന്നത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഫോളോ ചെയ്യും. നാളെയൊക്കെ നീയൊക്കെ ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ നിന്റെയൊക്കെ വീഡിയോ ഇതേപോലെ വരും. അപ്പം നീയൊക്കെ ഇരിക്കും. ഓക്കെ. എന്നിട്ട് ഷിംജിത അതിൽ എഴുതി വെച്ചേക്കുന്നു, ഹ്യൂമൻ ബീയിങ് എന്ന്. ആണോടോ? അത് തമാശ. മോനേതാ? ചിലതൊക്കെ ചിരിയിൽ തന്നെ വായിക്കാം. ചിരിച്ച ഹാപ്പി അല്ലേ ഷിംജിത? ഹാപ്പി അല്ലേ? തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നമ്മളത് കേരളത്തിലെ ജനങ്ങൾക്ക് അതറിഞ്ഞാൽ മതി. ദീപക്കിന്റെ കുടുംബം വിഷമിക്കുന്നില്ലയോ? ഷിംജിത ഹാപ്പിയാണോ? ഷിംജിത ഹാപ്പിയാണ്. ഇനി പ്രിയ പബ്ലിക്, ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. മതി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.